ഹലോ ഗായ്സ്, വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. ഇന്ന് നമ്മൾ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ജാതി ജാതകം, പേരിൽ തന്നെ ഭയങ്കര ഒരു ക്യാച്ചി ആയിട്ടുള്ളൊരു പടമാണ്. നമുക്ക് നോക്കാം ഈ ട്രെയിലറിനകത്ത് എന്താണ് ഈ ജാതി ജാതകം എന്നുള്ളത്. സോ എന്നോടൊപ്പം നിങ്ങൾ ഈ ട്രെയിലർ കണ്ടോളൂ, കണ്ടിട്ടില്ലെങ്കിൽ. സാർ നോക്കുന്നത് ഒരു 22 മുതൽ 29 വരെയുള്ള കുട്ടികളെയാണ്. അത് മാറ്റി ഒരു 30-35 കല്യാണം തന്നെയാണ്. പെൺകുട്ടികളല്ല ബേബിയോളല്ല, തള്ളച്ചികളാണ് തള്ളച്ചികൾ. അറിയാം, ഞാൻ സ്ഥിരം വരുന്നത്. സത്യം പറഞ്ഞു എന്നെ കാണാൻ പേക്കാൻ തവള എന്നോട്ടുണ്ടോ? ഉറക്കം തൂങ്ങിയ കണ്ണും ഊരുത്താണ് ഷോൾഡറും പള്ള കണ്ടാലും മതി. നല്ല കട്ട്സ് ആട്ടോ. നീ നടക്കുന്ന എങ്ങനെ അറിയാം? താറാവ് നടക്കുന്നില്ലേ അതിന്റെ കൂട്ടാ. വിനീത് ശ്രീനിവാസൻ ഒരു അഴിഞ്ഞാട്ടം തോന്നുന്നുണ്ട്. പഴശ്ശിന്റെ പടത്തുറുപ്പന്മാരായിരുന്നു ഞാളെ കുടുംബം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാളെ ജയേഷിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മലബാറാണ്, മലബാർ സൈഡാണ്. നീ എന്റെ മോനാണെങ്കിൽ ഓള് കാണിച്ചു തരുന്ന പെണ്ണിനെ നീ കെട്ടും. അച്ഛന്റെ 16 ഇന്റെ കല്യാണം ഞാൻ ഒന്നിച്ചേർത്തു. ഉറപ്പിച്ച 22 തന്നെ ഇന്റെ കല്യാണം ഈ മാമ്പറത്തിലാകവും നടത്തും. ഈ കേട്ടില്ലേ, men are from മരണമാസി, women are from അടുക്കള. എന്നാൽ എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു പ്രകൃതി വിരുദ്ധനായി പോയില്ലേ പോലെ. അമ്മച്ചി കൊള്ളാം. വൈബ് വൈബ്. നിഖിലയുണ്ടോ? നിങ്ങളെ കല്യാണം ഉറപ്പിച്ച് അല്ല നരിമാർക്ക് ഓൽത്തരേച്ചി എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. എം മോഹൻ ഡയറക്ടർ, പ്രൊഡ്യൂസർ മഹാസുബേർ. തിന്നോ, 3 നേരവും മുടങ്ങാണ്ട് തിന്നോ. കല്യാണ പ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതിപത്രിലേഹ്യം. 31 ജനുവരി. അപ്പോൾ ഒരു ജാതി ജാതകം, ഈ ഒരു ജാതി ജാതകം നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ജാതകം തന്നെ ആയിരിക്കും. സോ പുള്ളിക്കാരന് ട്രെയിലർ നമുക്ക് മനസ്സിലായ കാര്യം പെണ്ണ് കെട്ടാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. ഈ ട്രെയിലർ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ കട്ട്സാണ്. ഭയങ്കര ഒരു കോമഡി സിനിമയ്ക്ക് കട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കൃത്യം ടൈമിങ്ങിന് നമുക്ക് ആ കോമഡി വർക്കൗട്ട് ആവണമെങ്കിൽ എഡിറ്ററിൻ്റെ കയ്യിലൊരു ക്രാഫ്റ്റ് ഉണ്ടാവണം. അതിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര രസമുള്ള ട്രെയിലറായിരുന്നു. ട്രെയിലർ കണ്ടിട്ട് നമുക്കൊരു ചിരി വരുന്നുണ്ട്. സോ ഈ പടത്തിൽ ഇപ്പോൾ വിനീത് ശ്രീനിവാസനുണ്ട്, നിഖില വിമലുണ്ട്, നമ്മുടെ എന്നാത്ത കേസുകളിലെ ജഡ്ജി ഉണ്ട് അച്ഛനായിട്ട്. എപ്പോഴും ഒരു കല്യാണം ബേസ്ഡ് സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കല്യാണരാമൻ തൊട്ടെടുത്ത കല്യാണരാമൻ എടുത്ത് ഇപ്പോൾ അവസാനം വന്നെത്തിയ നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ പോലും ഒരു കല്യാണത്തെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു കോമഡി സിനിമയായിരുന്നു. അപ്പോൾ ഇതും ആ ഒരു ഒരു കോമഡി ജോണറിലാണ് വന്നേക്കുന്ന പടം. അപ്പോൾ വിനീത് ശ്രീനിവാസനാണെങ്കിൽ കോമഡി ചെയ്യാൻ ഒരു പ്രത്യേക ടൈമിംഗ് ഉണ്ട്. നമുക്ക് ഈ പുള്ളിക്കാരൻ്റെ ഒരു സ്കൂളിലെ പടം ഉണ്ടായിരുന്നല്ലോ, തണ്ണീർമത്തൻ ദിനങ്ങൾ, അതിനകത്ത് പുള്ളി കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു മീറ്റർ ഉണ്ട്. ഇതിനകത്തും അങ്ങനത്തെ ഒരു സൗണ്ട് മോഡുലേഷൻ ഒക്കെ പുള്ളി കൊടുത്തിട്ടുണ്ട്. സോ എപ്പോഴും കോമഡി സിനിമകൾ കാണാൻ ആളുണ്ടാവും, റിയൽ ജെന്യുവിൻ ആയിട്ടുള്ള ഫാമിലി ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ജാതി ജാതകം 30-ാം തീയതി നമ്മുടെ മുമ്പിലോട്ട് തുറക്കും. ജാതകത്തിനകത്ത് ശനി എവിടെയാണ്, ശുക്രൻ ഏതാണ്, എങ്ങനെയാണ്, ശുക്രദശയാണോ ജാതകത്തിനുള്ളത് നമുക്ക് തിയേറ്ററിൽ വെച്ച് കണ്ടറിയാം. ഇതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് വീഡിയോയും ഓഡിയൻസ് റിയാക്ഷൻ വീഡിയോയും ഇതിൻ്റെ റിവ്യൂവും ഞങ്ങളുടെ ചാനലിലുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്.